ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അധ്യായം 284. നീലിമയായി മാറാൻ ലാവണ്യ. ലാവണ്യയുടെ നിശ്വാസം സിദ്ധാർത്ഥിന് അനുഭവപ്പെട്ടു. ചിന്തകളിൽ നിന്നവൻ പെട്ടെന്നാണ് ബോധത്തിലേക്ക് വന്നത്. തന്റെ അധരങ്ങളിലേക്ക് അടുത്തുവരുന്ന ലാവണ്യയുടെ മുഖം കണ്ടതും സിദ്ധാർത്ഥ ഞെട്ടി. ഒപ്പം ലാവണ്യയെ ഊക്കോട് പുറകിലേക്ക് തള്ളി മാറ്റി. ഈ നിമിഷം നീ ഇവിടെ നിന്നും പോയിരിക്കണം. ഇനി നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടു പോവരുത്. ഇനി നിന്നെ എന്റെ കൺമുന്നിൽ കണ്ട പിന്നെ നിനക്കതൊരിക്കലും നല്ലതായിരിക്കില്ല. ദേഷ്യം വന്ന് സിദ്ധാർത്ഥ അലറി. സിദ്ധു, ഞാൻ ലാവണ്യാണ്. അവൾ ഉമിനീരിറക്കി ഭയത്തിൽ സംസാരിക്കാൻ ഇറങ്ങി. മിണ്ടരുത്, നീ ഒരു പഠിച്ച കള്ളിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ഒരു വേഷം കെട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. മേലാൽ നീ ഈ പെർഫ്യൂം ഉപയോഗിക്കരുത്. നീലിമയെ അനുകരിക്കാൻ നീ ശ്രമിക്കരുത്. നിന്റെ ഒരു പ്രവർത്തനത്തിനും എന്നിൽ നിന്നും യാതൊരു മാറ്റവും ഉണ്ടാകാൻ കഴിയില്ല. മനസ്സിലാക്കിക്കോ. സിദ്ധാർത്ഥ് അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ക്രൂരനായി പറഞ്ഞു. അപ്പോഴേക്കും സെക്രട്ടറി സിദ്ധാർത്ഥിനുള്ള ഷർട്ടും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു. അവൻ അത് സിദ്ധാർത്ഥിനെ ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് പോയി. ഇനി നീ ഇവിടെ എന്ത് നോക്കി നിൽക്കുക? ഇറങ്ങി പോകാൻ നോക്ക്. സിദ്ധാർത്ഥ അങ്ങനെ കണ്ണുകൊണ്ട് വിഴിച്ച് അവളെ നോക്കി പറഞ്ഞു. ഞാൻ ഇവിടെ നിൽക്കാം. സിദ്ധു, നീ ഡ്രസ്സ് മാറിക്കോ. ഞാൻ നോക്കില്ല. അവൾ മുഖം കുനിച്ചു നിന്നു. സിദ്ധാർത്ഥിന് ശരിക്കും അവന്റെ കൺട്രോൾ നഷ്ടമാവുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവൻ മാക്സിമം നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ വെറുപ്പും അറപ്പും കൊണ്ട് അവന്റെ ഹൃദയം പൊട്ടിത്തെറിക്കാൻ പാകത്തിലായി. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ റൈറ്റ് നൗ. ഷുഡ് ബി ഡെത്ത്. അവൻ അവൾക്ക് നേരെ ചീറി. അതോടെ അമർഷവും വിഷമവും കൊണ്ട് അവൾ സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. പിന്നെ വാശിയോട് കൂടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ അവൾ ആ ഓഫീസിൽ നിന്നും വിട്ടുപോവാനൊന്നും തയ്യാറായിരുന്നില്ല. അവൾ അവന്റെ ഓഫീസ് റൂമിന്റെ പുറത്ത് തന്നെ നിന്നു. കുറച്ചു സമയത്തിന് ശേഷം സിദ്ധാർത്ഥ വസ്ത്രം മാറി കഴിഞ്ഞിട്ടുണ്ടെന്ന് ലാവണ്യ മനസ്സിലാക്കി. അവൾ ഒരു ദീർഘനിശ്വാസം എടുത്ത് സ്വയം സമാധാനിപ്പിച്ച് വീണ്ടും വാതിലിൽ മുട്ടി. സിദ്ധു, എനിക്കകത്തേക്ക് വരാമോ? അവൾ വിളിച്ചു. സിദ്ധാർത്ഥ് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. അവൾ അക്ഷമയോടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ഒപ്പം സിദ്ധാർത്ഥിനെ നോക്കി. അവന്റെ കണ്ണുകളിൽ ശത്രുവിനോടുള്ളതുപോലെ ഒരു ഭാവം തെളിഞ്ഞു നിന്നിരുന്നു. അതവളെ ഭയപ്പെടുത്തി. സിദ്ധു, ഞാൻ ലാവണ്യ. അവൾ പറയാൻ ശ്രമിച്ചു. നിന്നോട് ഞാൻ എന്റെ കൺമുന്നിലേക്ക് വരരുതെന്ന് പറഞ്ഞതല്ലേ? അവൻ ക്രൗരതയോടെ വീണ്ടും മുരണ്ടു. ഭീതിപ്പെടുത്തുന്ന ആ ശബ്ദം കേട്ട് അവൾക്കൊന്ന് പ്രതികരിക്കാൻ പോലും കഴിഞ്ഞില്ല. നീണ്ടൊരു നിശബ്ദത ആ റൂമിൽ തങ്ങി നിന്നു. അപ്പൊ സിദ്ധു, നിനക്ക് എന്നെ ഇനി കാണാൻ ആഗ്രഹമില്ലെന്നാണോ? അവൾ പതിയെ വിഷമത്തോടെ ചോദിച്ചു. പക്ഷേ അവൻ അവളെ നോക്കിയില്ല. നീ എന്താ സിദ്ധു എന്നെ നോക്കാൻ ധൈര്യപ്പെടാത്തത്? അവൾ പറഞ്ഞു. ഒപ്പം അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. സിദ്ധാർത്ഥിന്റെ ബലഹീനത കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ അവൻ അപ്പോഴും ശൂന്യമായ മനസ്സോടെ പുറത്തേക്ക് നോക്കി നിന്നു. നിനക്കിപ്പോ നല്ല ധൈര്യമുണ്ടല്ലോ ലാവണ്യ. തണുത്തുറഞ്ഞ ഭാവത്തോടെ സിദ്ധാർത്ഥിന്റെ ചോദ്യം അവളെ തേടിയെത്തി. അവൾ അമ്പരപ്പോടെ അവനെ തന്നെ നോക്കി നിന്നു. നമുക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. സിദ്ധാർത്ഥ് അവളെ ഓർമ്മപ്പെടുത്തി. ലാവണ്യയുടെ മുഖമൊന്ന് വിളറി. സിദ്ധു, ഞാൻ ചെയ്തതെല്ലാം നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാ, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഒപ്പം അവനെ നോക്കി. അവൾക്കപ്പോൾ നീലിമയുടേതിന് സമാനമായ മുഖഭാവങ്ങൾ ഉണ്ടായിരുന്നു. കണ്ണുകൾ നിറച്ച് ദയനീയമായ ഭാവത്തോടെ അവൾ അവനെ നോക്കി. ഈ കാഴ്ചയിൽ സിദ്ധാർത്ഥിന് വല്ലാത്തൊരു ഹൃദയവേദന അനുഭവപ്പെട്ടു. മുന്നിൽ നിൽക്കുന്നത് നീലിമ തന്നെയാണെന്ന് അവൻക്ക് തോന്നി. പക്ഷേ അത് വെറും ഒരു തോന്നൽ മാത്രമാണെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. സിദ്ധു, അവൾ വാക്കുകളിൽ പ്രണയം നിറച്ചുകൊണ്ട് തന്നെ അവനെ വിളിച്ചു. നീ ഒന്ന് പോകുന്നുണ്ടോ? സിദ്ധാർത്ഥ് അസ്വസ്ഥതയോടെ പ്രതികരിച്ചു. ഞാൻ എന്തിനാ പോകുന്നത്? അവൾ ഭയം ഏതുമില്ലാതെ തന്നെ ചോദിച്ചു. അവൻ അപ്പോൾ ഒന്നും മിണ്ടാതെ അവളിൽ നിന്നും മുഖം തിരിച്ചു. എനിക്കറിയാം സിദ്ധു, നിനക്ക് കുറ്റബോധമാണെന്ന്. അതുകൊണ്ടല്ലേ നീ എന്നോട് പോവാൻ പറയുന്നത്. ഞാൻ കൂടുതൽ നേരം നിന്റെ അടുത്ത് നിന്നു കഴിഞ്ഞാൽ നിനക്ക് കൺട്രോൾ കിട്ടില്ല. ശരിക്കും നിനക്ക് എന്നോട് നല്ല ഫീലിങ്സ് ഉണ്ട്. ഞാൻ പറയുന്നത് സത്യമല്ലേ? അവൾ വശ്യമായി പറഞ്ഞു. അവൾ സിദ്ധാർത്ഥിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അവളുടെ ആ പ്രവൃത്തി അവളോടുള്ള അവന്റെ ഇഷ്ടക്കേട് കൂട്ടിക്കൊണ്ടേ നിന്നു. സിദ്ധാർത്ഥ് പറയുന്നത്, എനിക്ക് വേണ്ടത് നീയല്ല. നിനക്ക് എന്റെ അടുത്ത് നിൽക്കാൻ യാതൊരു യോഗ്യതയുമില്ല. സിദ്ധാർത്ഥ് ലാവണ്യെ നോക്കി തണുത്തുറഞ്ഞ ഭാവത്തിൽ പറഞ്ഞു. നീലിമയുടെ അതേ വസ്ത്രം തന്നെ ധരിക്കാൻ നീ യോഗ്യയല്ല. അതേ പെർഫ്യൂം ഉപയോഗിക്കാനും നീലിമയുടെ അതേ രീതിയിൽ പെരുമാറാനും നിനക്ക് യോഗ്യതയില്ല. എന്നെ ഞാനായി കണ്ട് സ്നേഹിക്കാൻ നിനക്കൊരിക്കലും കഴിയില്ല. ഞാൻ സ്നേഹിക്കുന്നത് അവളെയാണ്, നീലിമയെ. സിദ്ധാർത്ഥ ലാവണ്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് സിദ്ധു. സിദ്ധാർത്ഥനെ നോക്കി അവൾ ദയനീയമായി പറഞ്ഞു. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സ്ത്രീ ആരാണെന്ന് നിനക്കറിയാമോ? അവൾ, ആ നീലിമ.
എന്നിട്ടും അവളെ അനുകരിച്ചുകൊണ്ട് ഞാൻ എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. എന്നിട്ടും എനിക്ക് യാതൊരു യോഗ്യതയുമില്ലെന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു സിദ്ധു? നീ ഇത്രക്ക് ദുഷ്ടനാവരുത്. അവൾ അവന് നേരെ നോക്കി ചീറി. ലാവണ്യ നീലിമയുടെ പേര് പറയുന്നത് പോലും അവന് ഇഷ്ടമായില്ല. സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, നീ നിന്റെ ആ നാവ് ഉപയോഗിച്ച് എന്റെ നീലിമയുടെ പേര് പറയരുത്, അതുപോലും എനിക്ക് ഇഷ്ടമല്ല. സിദ്ധാർത്ഥ് അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മുന്നറിയിപ്പ് നൽകി. സിദ്ധു, എന്നോട് ഇത്രയും ക്രൂരമായി നിനക്കൊന്ന് പെരുമാറാതിരുന്നൂടെ സിദ്ധു? അവൾ കരയുന്നത് പോലെ മുഖം നടിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനോട് പറഞ്ഞു. അപ്പോഴേക്കും സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി. നീ ഒരിക്കലും യോഗ്യയല്ല എന്ന് വെറുപ്പോടുകൂടെ ക്രൂരമായി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേഷ്യവും വേദനയും കൊണ്ട് അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. ലാവണ്യയുടെ കയ്യിൽ സിദ്ധാർത്ഥിന്റെ പിടി കൂടുതൽ മുറുക്കി. വേദന കൊണ്ട് അവളുടെ മുഖം വിളറിപ്പോയിരുന്നു. എങ്കിലും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. സിദ്ധു, ഞാൻ പോട്ടെ, ഒടുക്കം വേദന സഹിക്കാനാവാതെ അവൾ പറഞ്ഞു. പക്ഷേ അത് സിദ്ധാർത്ഥ് കേട്ടതായി അവൾക്ക് തോന്നിയില്ല. അവൻ ഉള്ളിലെ വികാരങ്ങളോടും ചിന്തകളോടും മല്ലിടുകയാണെന്ന് അവൾക്ക് തോന്നി. ഇതുപോലെ സിദ്ധാർത്ഥിനെ ഇന്നേ വരെ അവൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അവൾക്ക് നല്ല ഭയം തോന്നി തുടങ്ങി. അവൾ അവളുടെ കൈകൾ അവനിൽ നിന്നും വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. പതിയെ സ്വബോധത്തിലേക്ക് വന്നതുപോലെ സിദ്ധാർത്ഥിന്റെ കൈകൾ അവളിൽ നിന്നും അയഞ്ഞു. പക്ഷേ അവന്റെ കൈപ്പിടിയിൽ നിന്നും കൈകൾ എടുത്തു മാറ്റാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. വെറുപ്പോടെയാണെങ്കിലും ദേഷ്യത്തോടെയാണെങ്കിലും അവന്റെ ഓരോ സ്പർശനവും അവൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ ദൗർബല്യം പൂർണ്ണമായും നീലിമയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. നീലിമയെ പോലെ ആവാൻ ശ്രമിച്ചാൽ തീർച്ചയായും സിദ്ധാർത്ഥ തന്നെയും സ്നേഹിക്കും, അംഗീകരിക്കും. സിദ്ധാർത്ഥ ദേഷ്യപ്പെട്ടാലും ശരി, നീലിമ ചെയ്യുന്ന പ്രവൃത്തികൾ അനുകരിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. അതിനായി അവൾ സിദ്ധാർത്ഥിനരികിലേക്ക് ചെന്നു നിന്നു. ഒപ്പം അവനെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും ലാവണ്യെ സിദ്ധാർത്ഥ് പുറകിലേക്ക് തള്ളി മാറ്റി. ഡോണ്ട് ടച്ച് മീ. ഇനി നീ എന്നെ തൊട്ടു പോകരുത്. നീ എന്താ വിചാരിച്ചേ? നീലിമയെ പോലെ പെരുമാറിയാൽ ഞാൻ നിന്നെ അങ്ങ് സ്നേഹിക്കുമെന്നോ? നോ വേ, അതൊരിക്കലും നടക്കില്ല. ഒരിക്കലും നിനക്ക് അനുകരിക്കാൻ കഴിയാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് നീലിമയ്ക്ക്. അതുകൊണ്ട് നീ കുറെ പെർഫ്യൂം അടിച്ച് അവളെ പോലെ വസ്ത്രം ധരിച്ച് എന്റെ മുന്നിൽ വന്നു നിന്നിട്ട് യാതൊരു കാര്യവുമില്ല ലാവണ്യ. അട്ടർ നോൺസെൻസ്. സിദ്ധാർത്ഥ് മുറുമുറുത്തു. പിന്നെ വേഗം തന്നെ ഫോൺ എടുത്ത് സെക്യൂരിറ്റി ഡെസ്കിലേക്ക് വിളിച്ചു. സെക്യൂരിറ്റി, കം ടു മൈ ക്യാബിൻ, അവൻ ആജ്ഞാപിച്ചു. പിന്നെ ഫോൺ വെച്ചു. തൊട്ടടുത്ത നിമിഷം തന്നെ 2 സെക്യൂരിറ്റി ഗാർഡുകൾ സിദ്ധാർത്ഥിന്റെ ഓഫീസിലെത്തി. ഉത്തരവുകൾക്കായി ബഹുമാനത്തോടെ കാത്തുനിന്നു. ഞാൻ പറഞ്ഞിരുന്നതല്ലേ നിങ്ങളോട്, ഇവളെ ഒരിക്കലും അകത്തേക്ക് വിടരുതെന്ന്. ഇപ്പൊ തന്നെ ഇവളെ ഇവിടെ നിന്നും പിടിച്ചു പുറത്താക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ തന്നെ അവളോട് ഗാർഡ്സ് അവിടെ നിന്നും ഇറങ്ങാൻ വേണ്ടി ആംഗ്യം കാണിച്ചു. ലാവണ്യ സിദ്ധാർത്ഥിനെ തണുത്തുറഞ്ഞ ഭാവത്തോടെ നോക്കി. അവളിൽ വാശി നിറഞ്ഞിരുന്നു. ഞാൻ പോകില്ല, അവൾ പറഞ്ഞു. ഗാർഡ്സിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി നിന്നു. മാഡം പ്ലീസ്, ഞങ്ങളോടൊപ്പം പുറത്തേക്ക് വരൂ, സെക്യൂരിറ്റി അവളെ നോക്കി അപേക്ഷിച്ചു. പക്ഷേ അവൾ അനുസരണയില്ലാതെ അവിടെ തന്നെ നിന്നു. അതോടെ അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു. ഒപ്പം പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോവാൻ ശ്രമിച്ചു. അവളാണെങ്കിൽ ശക്തമായി സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്നും കുതറിക്കൊണ്ട് പ്രതികരിച്ചു. ഹൗ ഡയർ യു ടച്ച് മീ? എന്നെ വിടടോ, ലാവണ്യ ദേഷ്യത്തിൽ അലറി. സിദ്ധു, എന്നെ വിടാൻ പറ. എനിക്ക് നിന്നോട് നീലിമയെ പറ്റി സംസാരിക്കാനുണ്ട്. നീ അവളെ അന്വേഷിച്ച് നടക്കുകയല്ലേ? പെട്ടെന്ന് അവൾ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് ഒന്ന് സ്തംഭിച്ച് നിന്നുപോയി. നീലിമ ശരിക്കും സിദ്ധാർത്ഥിന്റെ ദൗർബല്യമാണെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അവളുടെ ചിന്തകൾക്ക് വിപരീതമായി സിദ്ധാർത്ഥ് പരിഹാസത്തോടെ ചിരിച്ചു. അവൾ അങ്ങനെ പലതും പറയും, നിങ്ങൾ അതൊന്നും കേൾക്കണ്ട. ഞാൻ പറയുന്നത് ചെയ്യാൻ നോക്ക്, അവൻ സെക്യൂരിറ്റിയോട് പറഞ്ഞു. ലാവണ്യ ആകെ പരിഭ്രാന്തിയായി. അതോടെ വീണ്ടും അവൾ അയാളുടെ കയ്യിൽ കിടന്ന് കുതറി. അവൾ ഹീലിട്ട ചപ്പൽ വെച്ച് സെക്യൂരിറ്റിയുടെ കാൽ ശക്തമായി ചവിട്ടി. അയാൾ അത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അവളിലുള്ള പിടി വിട്ടിരുന്നു. ആ സമയം കൊണ്ട് ലാവണ്യ ഓടി സിദ്ധാർത്ഥിനരികിലെത്തി. നിനക്ക് ശരിക്കും അവളെപ്പറ്റി അറിയാൻ താല്പര്യമില്ലേ സിദ്ധു? നീ ഇപ്പോഴും നീലിമയെ അന്വേഷിച്ച് നടക്കുകയാണെന്ന് എനിക്കറിയാം. അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ലാവണ്യ പ്രതീക്ഷയോടെ സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു. അവളുടെ വാക്കുകൾ അവനിൽ കൗതുകമുണർത്തും. കൂടാതെ നീലിമയെ പറ്റി അറിയാൻ അവൻ ശ്രമിക്കും. അതിനുവേണ്ടി എന്ത് കോംപ്രമൈസിനും അവൻ തയ്യാറാകും. അങ്ങനെയൊക്കെയാണ് അവൾ കരുതിയിരുന്നത്. പക്ഷേ സിദ്ധാർത്ഥ് പൂർണ്ണമായും തണുത്തുറഞ്ഞതുപോലെ അവളെ നോക്കി. ലാവണ്യെ ഉടനെ തന്നെ പുറത്താക്കിയില്ലെങ്കിൽ സിദ്ധാർത്ഥിന് ദേഷ്യം വരുമെന്ന് സെക്യൂരിറ്റി ഗാർഡ്സിനറിയാം. അതുകൊണ്ട് ഇരുവരും വന്നിട്ട് ലാവണ്യയുടെ കൈ പിടിച്ചു വലിച്ചു പുറകിലേട്ട് വലിച്ചു. സിധു, നീലിമ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയാം. അവളുടെ ലൈഫ് വളരെ കഷ്ടത്തിലാ. നിനക്കത് സഹിക്കുമോ? അവൾ വീണ്ടും പറഞ്ഞു. എന്നാൽ സിദ്ധാർത്ഥിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല. സിദ്ധു, ഞാൻ പറയുന്നതെല്ലാം തന്നെ സത്യമാണ്. നമ്മൾ രണ്ടുപേരും ഒത്തൊരുമിച്ചുള്ള കുറച്ച് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. അവളെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം, പ്രോമിസ് എന്നൊക്കെ ലാവണ്യ പറഞ്ഞു. ഒപ്പം ഗാർഡ്സിൽ നിന്നും പിടഞ്ഞു മാറി.
അന്നേരം ആ സ്ത്രീ ഒരു വരാലിനെ പോലെയാണെന്ന് ഗാർഡ്സിന് തോന്നി. ഒപ്പം അവൾക്ക് പോലും അവളോട് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് കൈ മുഷ്ടി ചുരുട്ടി. തന്റെ മുന്നിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഒഴിയാബാധയാണ്. നാണമില്ലാത്ത ജന്മം. സിദ്ധാർത്ഥ് ആ ചിന്തയോടെ ഗാർഡ്സിന് അവളിൽ നിന്നും പോവാൻ അനുവാദം നൽകി. അന്നേരം ലാവണ്യയിൽ വിജയത്തിന്റെ പുഞ്ചിരി നിറഞ്ഞു. അഹങ്കാരം അവളുടെ മനസ്സിനെ മൂടി. ലാവണ്യക്ക് ഇപ്രാവശ്യം സിദ്ധുവിനോട് ഒരല്പം പോലും ഭയം തോന്നിയില്ല. സിദ്ധു, നിനക്കപ്പോ അവളെക്കുറിച്ച് അറിയാൻ ശരിക്കും ആകാംക്ഷയുണ്ടല്ലേ? അപ്പോ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അവൻ തുറച്ചു നോക്കിക്കൊണ്ട് തന്നെ ലാവണ്യോട് ചോദിച്ചു. ഏയ്, ഒരിക്കലുമില്ല സിദ്ധു. എനിക്കിപ്പോ നിന്റെ ഒപ്പം ജീവിക്കണം. അതുകൊണ്ടാ ഞാൻ നീലിമയെ പറ്റി അന്വേഷിച്ചത്. നിന്നെ ആ കാര്യത്തിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പറയുന്നതിനൊപ്പം തന്നെ ലാവണ്യ സിദ്ധാർത്ഥിന്റെ കയ്യിൽ പിടിക്കാൻ നോക്കി. ഗെറ്റ് ലോസ്റ്റ്. സിദ്ധാർത്ഥ് അവളുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് തന്നെ പറഞ്ഞു. സിദ്ധു, ഞാൻ ലാവണ്യ. സിദ്ധു, ലാവണ്യ എന്തോ പറയാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞത് മിണ്ടരുത്. എനിക്ക് നീലിമയെ കണ്ടെത്താൻ നിന്റെ ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അത്രമാത്രം കഴിവ് കെട്ടവനാണോ? അവൻ പരിഹാസത്തോട് ചോദിച്ചു. അയ്യോ സിദ്ധു, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഓക്കെ, എന്നാ നീ പറ. നീ എന്നെ എങ്ങനെ സഹായിക്കും? സിദ്ധാർത്ഥ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. നീലിമയ്ക്ക് അപകടമൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ സിദ്ധു എന്റെ ഒപ്പം നിൽക്കണം. അതാണ് എന്റെ ആഗ്രഹം, ലാവണ്യ പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി. അവൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതുപോലെ നീ എന്റെ മുന്നിൽ ജീവനോടെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സിദ്ധാർത്ഥിന്റെ ആ വാക്ക് കേട്ടതോടുകൂടെ ഇതുവരെ ഉണ്ടായിരുന്ന ധൈര്യം അവളിൽ നിന്ന് പൂർണ്ണമായും ചോർന്നുപോയി. അവളുടെ നാവും തൊണ്ടയും വരണ്ടു. സിദ്ധു, ഞാനല്ല അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സത്യം, അവളിപ്പോ ആ ഭൈരവിന്റെ ഒപ്പമാണ്. സിദ്ധു എന്നെ വിവാഹം കഴിക്കണം. എന്നാൽ തീർച്ചയായും ഭൈരവിന്റെ ഉദ്ദേശം ഞാൻ പറയാം. പിന്നെ ആ ഫണ്ടിന്റെ പ്രശ്നം കാരണം സിദ്ധു ഒരു പ്രൊജക്ട് പാതി വഴി നിർത്തിയതല്ലേ? അതിനുള്ള പണവും ഞാൻ തരാം, അവൾ വീണ്ടും പറഞ്ഞു. സിദ്ധാർത്ഥന് ദേഷ്യം വരുന്നത്. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. സിദ്ധാർത്ഥ് നിസാരമായി പറഞ്ഞു. ലാവണ്യക്ക് ദേഷ്യം നിറഞ്ഞു. നീലിമ പറഞ്ഞത് എങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും. ഒറ്റയ്ക്കല്ല, ഞാൻ ചാകുന്നതിന് മുൻപ് ആ നീലിമയും കൊല്ലും. അവൾക്ക് വേണ്ടിയാണല്ലോ നീ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത്. ഞാൻ ചത്തിട്ട് നിങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണ്ട, ലാവണ്യ പകയോടെയും വാശിയോടുകൂടെയും പറഞ്ഞു. സിദ്ധാർത്ഥന്റെ ദേഷ്യം വന്നിട്ട് ഹൗ ഡെയർ യു. സിദ്ധാർത്ഥ് അവൾക്ക് നേരെ ദേഷ്യം കൊണ്ട് അലറി. പക്ഷേ ലാവണ്യ യാതൊരു കൂസലുമില്ലാതെ അവനെ നോക്കി നിന്നു. ഈ ഒരൊറ്റ കാര്യത്തിൽ അവൻ ദുർബലനാവുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. സിദ്ധാർത്ഥിന്റെ മുഖം സങ്കടവും ദേഷ്യവും കൊണ്ട് വിവരണമായി. അവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവളെ നോക്കി. എന്നിട്ട് പറഞ്ഞിട്ട് ഓക്കെ, അപ്പോ നീ എനിക്കുള്ള പണം തരും. പിന്നെ ഭൈരവിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു തരുമല്ലേ? അപ്പോൾ നീ എന്നെ പറ്റി കാര്യമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, അവൻ പരിഹാസത്തോട് ചോദിച്ചു. സിദ്ധു, നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അവളുടെ സ്വരം ആർദ്രമായി. ഓക്കെ, എങ്കിൽ നിന്റെ എല്ലാ നിബന്ധനകളും ഞാൻ അംഗീകരിക്കുന്നു, സിദ്ധാർത്ഥ് നിർവികാരമായി പറഞ്ഞു. ലാവണ്യ അവിശ്വസനീയതയോടെ അവനെ തന്നെ നോക്കി. സന്തോഷം കൊണ്ട് അവളുടെ ഹൃദയം കവിഞ്ഞു. താങ്ക് യു സോ മച്ച്, അവൾ ആവേശത്തോടെ പറഞ്ഞു. ഒപ്പം അവനെ കെട്ടിപ്പിടിക്കാൻ മുന്നിലേക്ക് വന്നു. പക്ഷേ സിദ്ധാർത്ഥ് അവളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരുന്നു. ലാവണ്യക്ക് നിരാശ തോന്നി. എങ്കിലും കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചല്ലോ, അതിൽ അവൾക്ക് സമാധാനമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവനോടുള്ള പ്രണയം കാരണം അവളുടെ മനസ്സ് അന്ധമായിരുന്നു. സിദ്ധാർത്ഥ് മറ്റൊരു ലക്ഷ്യം മനസ്സിൽ കണക്ക് കൂട്ടിയത് അവൾ അറിഞ്ഞിരുന്നില്ല. അതിനുവേണ്ടി അവൻ അവളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അവൻ അവളെ ശ്രദ്ധിക്കാതെ വീണ്ടും തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. അപ്പോഴും തന്നെ അവൻ അവഗണിക്കുകയാണെന്ന് ലാവണ്യക്ക് മനസ്സിലായിരുന്നു. എങ്കിൽ അവൾ അവനെ വിടാൻ തയ്യാറായില്ല. അവൾ വീണ്ടും അവനോട് സംസാരിക്കാൻ തയ്യാറായി. സിദ്ധു, നാളെ വീക്കെൻഡ് അല്ലേ, നാളെ പോയി നമുക്ക് ഫോട്ടോസ് എടുത്താലോ? ലാവണ്യ ചോദിച്ചു. സോറി, നാളെ പറ്റില്ല. അച്ചുവിന് ഈ ഇടയായിട്ട് നല്ല തലവേദനയുണ്ട്. മാത്രമല്ല അവന്റെ ഓർമ്മ നല്ലതല്ല. എനിക്ക് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനുണ്ട്. സിദ്ധാർത്ഥ പെട്ടെന്ന് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതോടുകൂടി ലാവണ്യയുടെ മുഖമൊന്നു വിളറി. എങ്കിലും അവൾ എളുപ്പം നിഷ്കളങ്കമായ ഒരു ഭാവം എടുത്ത് അണിഞ്ഞു. എന്നാലും അച്ചുവിന് ഇതെന്തു പറ്റി? ഓർമ്മയൊക്കെ പെട്ടെന്ന് പോവാൻ അവൻക്ക് എന്ത് സംഭവിച്ചു? എന്തെങ്കിലും ഗൗരവമുള്ള പ്രശ്നമാണോ? അവൻക്ക് എന്തു പറ്റിയെന്ന് അഭിനയിച്ചുകൊണ്ട് തന്നെ ലാവണ്യ ചോദിച്ചു. അപ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നത് എന്തേ, നിനക്ക് അവനെ പറ്റി ഒന്നും അറിയില്ലേ? സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനെക്കുറിച്ചാ സിദ്ധു ഈ പറയുന്നത്? ഞാനിതൊക്കെ എങ്ങനെ അറിയും? അവളിൽ പരവേശം നിറഞ്ഞു. സിദ്ധാർത്ഥ് നിശബ്ദനായി അവളെ തന്നെ നോക്കി നിന്നു. അന്നേരം സിദ്ധാർത്ഥിന്റെ കണ്ണുകളിലെ ഭാവം അവളെ പേടിപ്പിച്ചു. സിദ്ധാർത്ഥിന് എന്തെങ്കിലും സത്യം കണ്ടു കാണുമോ? ഇതിനെപ്പറ്റിയിട്ട് എന്തെങ്കിലും സത്യം സിദ്ധാർത്ഥ് കണ്ടുപിടിച്ചു കാണുമോ എന്നൊക്കെ ചിന്തിച്ച് ആകെ വിളറി വെളുത്ത മുഖത്തോടെ സിദ്ധാർത്ഥിനെ എങ്ങനെ നോക്കി നിൽക്കുന്ന ലാവണ്യെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.
പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തന്നിട്ടും ഹൈപ്പ് തന്നിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ ഇതേ സമയത്ത് തന്നെ വരാട്ടോ. ബൈ ബൈ.